ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ തുടങ്ങി എന്താണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. ലാലേട്ടന്റെ മാത്രമല്ല, ഞങ്ങളുടെ മോന്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പൊ ഇന്ന് മെയ് 21 എല്ലാവർക്കും അറിയാവുന്നതാണ് ലാലേട്ടന്റെ ബർത്ത്ഡേ. അതേപോലെ തന്നെ എന്റെ മോന്റെ ബർത്ത്ഡേ. അപ്പൊ ലാലേട്ടന്റെ വിഷ് ചെയ്യണോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് ഞങ്ങളുടെ മോനെ ഒന്ന് വിഷ് ചെയ്യണം. അപ്പൊ ബർത്ത്ഡേ ആണ്, ചെറിയ പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പൊ ആദ്യം ഞങ്ങളൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ടീന പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഒന്ന് ചെറിയൊരു സർപ്രൈസ് അവന് കൊടുക്കണ്ടേ എന്നങ്ങനെ തട്ടിക്കൂട്ടി ഞങ്ങൾ കുറച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മോന് മമ്മി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഡ്രസ്സ് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ വന്നിട്ട് ഇട്ടല്ല, അവന്റെ നേരെ ഗിഫ്റ്റ് പോലെ കൊടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അവൻ ഇത് കണ്ടിട്ടില്ല. അപ്പൊ അത് കൊടുക്കണം. പിന്നെ ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയൊക്കെ വന്ന് ചെയ്ത് ഓർഡിനറി ആയിട്ടൊക്കെ വന്ന് ചെയ്ത് അവനില്ല, അവൻ മഞ്ഞാകുമ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ അവൻ പള്ളിയിൽ പോയി വെക്കണേ. പള്ളിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിള്ളേരെ കൂടെ കളിച്ചിട്ടൊക്കെ വരുള്ളൂ. അപ്പൊ അതിൻ്റെ അത്ര ആ സമയമേ ഉള്ളൂ. അതിനുള്ളിൽ ഡെക്കറേഷന്റെ പരിപാടി പ്ലാൻ ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി. പെട്ടെന്നൊന്ന് സെറ്റാക്കിയല്ലോ. അപ്പോ ഈ കർട്ടൻ മാറ്റിയിട്ട് വേറെ കർട്ടൻ ഇട്ടിട്ട് അതില് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ പിങ്ക് കർട്ടൻ എടുത്തിട്ടുണ്ട്, ഈ ഗോൾഡൻ കളറിലെ കർട്ടൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞുസേടാ ഏത് വേണോടാ ഇതിലിടാനായിട്ട്? മഞ്ഞ മതി അല്ലേ? അതുപോലെ ലെറ്റർ എടുത്തേക്കണത് ഇങ്ങനത്തെ ഒരു മെറൂൺ ഷെയ്ഡുള്ള ലെറ്റർ എടുത്തേക്കണം. അപ്പോ എനിക്ക് കുറച്ചുകൂടെ തോന്നണത് പിങ്കിനേലും ബെറ്റർ, ഈ ഇതിനേലും നല്ലത് ഈ ഗോൾഡൻ കളറിലായിരിക്കും അല്ലേ? ഇതിലെല്ലാം എടുത്ത് കാണിക്കുള്ളൂ. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്താലോ. ആദ്യം തന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് അഴിച്ച് മാറ്റട്ടെ. അപ്പോ കർട്ടൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ബാക്ക്ഗ്രൗണ്ട് ഗോൾഡൻ കളർ വന്നപ്പോ അടിപൊളിയായില്ലേ? ഓക്കെ, ലെറ്ററും കൂടെ സെറ്റ് ചെയ്താൽ മതി. ഓ, ലെറ്റർ എടുത്തിട്ടുണ്ട്. കർട്ടൻ നോക്കൂ, അടിപൊളിയല്ലേ? ഗോൾഡൻ കളർ സെറ്റ് ആയിരിക്കും വിചാരിക്കണം. ലെറ്റർ വാങ്ങിച്ചപ്പോഴേ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് മാത്രമേ വാങ്ങിച്ചുള്ളൂ, പേര് വാങ്ങിയില്ല. പേരിന്റെ കാര്യം വിട്ടുപോയി. വേറെ ഒന്നല്ല, പേരും കൂടെ വാങ്ങിച്ചിട്ട് ആദ്യം ഞങ്ങൾ എവിടെ ഇങ്ങനെ തൂക്കും. ഇത് കണ്ടപ്പോ തന്നെ ഒരുപാട് നീളമുണ്ട്. തൂക്കാനായിട്ടാണ് നമുക്ക് വീട്ടിൽ ഒരുപാട് സ്ഥലമുള്ള കാരണേ എന്താണെന്ന് അറിയാൻ പാടില്ല. സ്ഥലം കൂടുതലുള്ളതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. എവിടെ തൂക്കും എന്നുള്ളത് കൺഫ്യൂഷനായി. അപ്പൊ അതോടെ ഞാൻ പറഞ്ഞ പിന്നെ ലെറ്റർ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം മതി നല്ല രീതിയിൽ എടുത്തത്. എടാ ചെന്തട കാണാനില്ല. നീളത്തില് അത് കെട്ടടാ. ആ ഇരുന്നിരിക്കണല്ലോ. ഓക്കെ, ഇതൊന്ന് സെറ്റ് ആക്കട്ടെ ഞാൻ അപ്പോഴത്തേനും. അപ്പോ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇങ്ങനെ എഴുതി, അത് മാത്രമേ എഴുതുന്നുള്ളൂ. അവൻ കഴിയുമ്പോൾ ചെറിയൊരു സർപ്രൈസ് എങ്കിലും കൊടുക്കണ്ടേന്ന് നോക്കിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. ഞാനും ടീനയും കൂടിയാണ് കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയത്. പിള്ളേരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേക്ക് ഓർഡർ ചെയ്യണമായിരുന്നു. കേക്ക് വാങ്ങിക്കില്ലെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ സാധാരണ ഞങ്ങൾ കല്യാണി ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറിയിലാണ് ഞങ്ങൾ എല്ലാം കേക്കൊക്കെ ഓർഡർ ചെയ്തിരുന്നത്. എപ്പോഴും വീഡിയോയിൽ കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇത്തവണ അവിടെയല്ല ചെയ്തത്, അടുത്ത് തന്നെയാണ് ചെയ്തേക്കണത്. അതായത് കേക്ക് ഹട്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പ് അവിടെ വന്നിട്ടുണ്ട്. കേക്ക് ഹട്ട് അറിയാമല്ലോ, ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഇതുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പുതിയതായിട്ട് തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു ജനുവരി ടൈമിലായിട്ട് തുടങ്ങിയത്. അപ്പോൾ മോൻ പറഞ്ഞ് പപ്പയെ കേക്ക് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ബർത്ത്ഡേക്കൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ ടീനയും കൂടി അവിടെ പോയി ഓർഡർ ചെയ്തു. അപ്പോൾ അവർ കേക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ആസ്ട്രൽ, ഹാപ്പി ബർത്ത്ഡേ ആസ്ട്രൽ, ഹാപ്പി ബർത്ത്ഡേ ആസ്ട്രൽ. അതെ, പിന്നെ ഒരു സർപ്രൈസും കൂടി ഉണ്ട്. ബാക്കി സർവീസ് ഒക്കെ പിന്നെ കാണാം. മുറിക്കാൻ വേണ്ടി കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് കേക്ക്. അപ്പൊ ബാക്കി ഒന്ന് ജസ്റ്റ് കേക്ക് മുറിക്കണ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് അടുത്ത് തിരി കത്തിക്കണം. തിരികെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് അതിനെ കൊണ്ട് മുറിപ്പിക്കാം.
ഇത് വക ചെറിയ ഇത് നോക്ക് നോക്കിയിട്ട് വേഗം കൊടുത്തിട്ട് വാ എടുക്ക്. ഇത് മമ്മി വാങ്ങിച്ചു തന്നിട്ട് പോയതാ അച്ഛന്. കൊള്ളാമോ? പിന്നെ ഇഷ്ടപ്പെട്ടാ? പിന്നെ ഒരു ജീൻസും. ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാല് പോയി വേഗം കൊടുത്തിട്ട് വാ. ആ ഇത് കൊണ്ടുപോയിക്കോ. ആ ബ്ലാക്കും ആ ജീൻസും കൂടെ. ആ അപ്പോ മോന്റെ കേക്ക് മുറിക്കല് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിലാണ് വീഡിയൊക്കെ കളിച്ച് ടീന കേക്ക് എടുത്തു. ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. അവിടെ തന്നെ വെച്ചു. ഇങ്ങനെയൊക്കെയാണോ ഡ്രസ് എങ്ങനെയുണ്ട്? എല്ലാരും ഒന്ന് അതല്ല കേക്കിന്റെ അതേ കളർ സെറ്റ്. അടിപൊളി അടിപൊളി അടിപൊളി. കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് എന്റെ മോന്റെ കേക്ക് മുറിക്കലിൽ ആ ചടങ്ങിന് എന്റെ മോന്റെ ഞാൻ കമ്പോസ് ചെയ്ത പാട്ട് ഞാൻ പേര് അവനെ കൊണ്ട് ഓണാക്കി വെക്കാൻ വേണ്ടി പോയാണ്. അതാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മ്യൂസിക് കിട്ടുന്നത്. അച്ചു മുറിക്കല്ലേ, അപ്പൊ ഇതൊന്ന് ഓണാക്കിക്കൂടെ. Happy birthday to you. Happy birthday, Astrid. Happy birthday to you. കുറച്ചെടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. എന്താ കൊടുക്കാനുള്ളത്? കയ്യിലിട്ട് കൊടുക്ക. അതിവിടെ വെക്കും. ഇപ്പുറത്തെ കയ്യിൽ അപ്പുറത്തെ കൈ കാണിച്ചു കൊടുക്കും. കുഞ്ഞു ഗിഫ്റ്റ്. മോള് തിരിച്ച് കെട്ടിപ്പിടിച്ച മോള് അയ്യോ അച്ഛന്റെ ചിരി നോക്കിയേ. ഇഷ്ടമായാ ആശേ? അപ്പോ ഈ കാണുന്ന നോക്കിയേ, ഇതെന്താ മനസ്സിലായോ? ഇത് തൈര് പൊതിഞ്ഞ് വെച്ചേക്കണല്ല കേട്ടോ, പാർസൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മയോണീസ്, ഇത് ചമ്മന്തി, ഇതും മയോണീസ്. കുഞ്ഞെ കുറെ പാത്രങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്താ കാര്യം മനസ്സിലായ? മനസ്സിലായിട്ടുള്ള കാര്യമൊക്കെ പറയാം, പതിയെ പറഞ്ഞുതരാം. അതായത് ഇതിനകത്ത് മന്തി റൈസ്. അപ്പം നിങ്ങൾ ചോദിക്കും എപ്പോഴും മന്തി റൈസ് ആണോ വേറെ ഒന്നല്ല. ഇപ്പൊ പിള്ളേർക്ക് മന്തി ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. മന്തിയാണല്ലോ, മന്തി ഇഷ്ടമുള്ള കാരണം മന്തി വാങ്ങിക്കുന്നത്. പിന്നെ ബിരിയാണി വീട്ടിൽ ചെയ്യാൻ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം പോണ കാരണം ഹോം ഡെലിവറി നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇത് അൽഫാമാണത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ടീനതെല്ലാം പാത്രത്തിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആഘോഷമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ചെറിയൊരു സെലിബ്രേഷൻ, ഫാമിലി മാത്രമായിട്ട്.
അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാം സെർവ് ചെയ്ത് ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഓക്കെ. ഇത് മമ്മി സ്പോൺസർ ചെയ്താണ് കേട്ടത്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ പറയാം.